ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കിയേ, ഒരു മലയാളി മന്ത്രി പാർലമെന്റിൽ ഒരു മുതിർന്ന വനിതാ MP സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ കാണിക്കുന്ന കോമാളിത്തരം കണ്ടോ നിങ്ങള്? ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. എന്തൊരു അലവലാതിത്തരമാണല്ലേ ഈ കാണിക്കുന്നതൊക്കെ. കനിമൊഴിയൊക്കെ എത്ര മാന്യായൊരു MP ആണ്, അവരോടാണ് ഈ അശ്ലീലം കാണിക്കുന്നത്. മലയാളികളെ പറയിപ്പിക്കാൻ എന്നല്ലാതെ എന്ത് പറയാനല്ലേ. സുരേഷ് ഗോപിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ ഡാൻസ് കളിക്കണം, സിനിമയിൽ തുള്ളിച്ചാടണം. ഇന്നലെ ഒരു നിമിഷം സിനിമ സെറ്റാണെന്ന് കരുതി സുരേഷ് ഗോപി പാർലമെന്റിൽ കനിമൊഴി പ്രസംഗിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നതാണ് നമ്മളീ കണ്ടത്. ഒരു കേന്ദ്രമന്ത്രിയുടെ നിലവാരമാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ചർച്ചയിൽ വളരെ സീരിയസ് ആയി സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന പല വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതിനിടയിൽ കനിമൊഴി സംസാരിക്കുന്നു. കനിമൊഴി ജനസംഖ്യാ നിയന്ത്രണത്തിൽ തമിഴ്നാട് വലിയ മുന്നേറ്റമുണ്ടാക്കി, എന്നാൽ ജനസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ഫണ്ടിലും കുറവുണ്ട്, അതൊരു അന്യായമാണ് എന്നൊരു വൈരുദ്ധ്യം തുറന്നു കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ കുട്ടികളോട് നന്നായി പഠിക്കാൻ പറയുന്നു, നന്നായി കുട്ടികൾ പഠിക്കുന്നു, എന്നിട്ട് നന്നായി പഠിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താകുന്ന പോലത്തെ ഒരു പണിയല്ലേ ഇത് എന്നാണ് കനിമൊഴി ഉദാഹരണമായി പറയുന്നത്. അതോടൊപ്പം തമിഴ്നാട് മാത്രമല്ല കേരളവും ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ അവഗണന അതിഭീകരമായ ഒരു തോതിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ സുരേഷ് ഗോപി ഒരു നിമിഷം പാർലമെന്റ് ആണെന്ന് മറന്നിട്ടാണ് കൈകൊണ്ട് ഈ ആംഗ്യമൊക്കെ കാണിക്കുന്നത്. അപ്പൊ കനിമൊഴി പറയാണ്, നിങ്ങളിപ്പോ കൈമലർത്തി കാണിച്ചില്ലേ, അത് തന്നെയാണ് കേന്ദ്രം കാലങ്ങളായി സംസ്ഥാനങ്ങൾ ആവശ്യം പറയുമ്പോൾ ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അവർ ഭയങ്കര മിടുക്കിയായതുകൊണ്ട് അവർ ആ സിറ്റുവേഷൻ ഭയങ്കര നല്ലതായിട്ട് മാനേജ് ചെയ്തു. എനിക്ക് തോന്നുന്നതാണ് കേരളം എന്ന് പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രകോപനം, ജനസംഖ്യാ നിയന്ത്രണം എന്ന് കേട്ടതായിരിക്കും. മൂപ്പർക്ക് അത് മൂപ്പരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിയിരിക്കാം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ ഡാൻസ് നമ്മൾ വേറെ എവിടെയോ എന്തോ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കോമാളികളാണെന്ന് മറ്റുള്ളവർ കരുതാൻ വേണ്ടി ഇത്തരം ആളുകളുടെ പാർലമെന്റിലെ പ്രകടനം ഉപകരിക്കുമെന്നേ തോന്നുന്നുള്ളൂ. അതിനിടയിൽ കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വലിയ മുസ്ലിം പണ്ഡിതർ, പ്രഭാഷകർ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നവരൊക്കെ പരസ്പരം കള്ളൻ, ഊള, അത് ഇത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. അതിനിടയിൽ ഉമർ ഫൈസി മുക്കം ഒരു കാര്യവുമില്ലാതെ ശിവനെയും പാർവതിയെയും കുറിച്ച് വൃത്തികെട്ട പരാമർശം നടത്തുകയും ചെയ്തു. അവനവന്റെ വിശ്വാസവും മതവും ഒക്കെ വരുമ്പോൾ ഈ പണ്ഡിതന്മാർക്കൊക്കെ ഭയങ്കര വികാരം വ്രണപ്പെടലാണ്. അവരുടെ വിശ്വാസത്തെ ആരും ഒന്നും പറയാൻ പാടില്ല, എന്നാൽ അതേസമയം മറ്റുള്ളവരെ എന്തും പറയുകയും ചെയ്യും. വലിയ ഇരട്ടത്താപ്പാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ പല മതപ്രഭാഷകർക്കും. ആരാധനാലയ നിയമത്തെയും കോടതി വിധിയെയും ഒന്നും വിമർശിക്കാൻ ശിവനെയും പാർവതിയെയും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഉമർ ഫൈസി മുക്കത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം അതുപോലത്തെ തെറിയാണ് കേട്ടത്. അതുകൊണ്ടായിരിക്കാം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ലീഗും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂടെ ഭയങ്കര ഒരു തല്ല് വേറെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യത്തിന്റെ പേരിൽ സുന്നി സഖ്യം ഐക്യം വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതിനിടയിൽ മീഡിയ വണ്ണിന്റെ സി ദാവൂദ് ഭഗത് സിംഗിനെ കുറിച്ച് സംസാരിക്കുന്നത് കണ്ടു. ദാവൂദിന്റെ ചില നിലപാടുകളും പ്രതികരണങ്ങളും ഒക്കെ കൊണ്ട് മൂപ്പരെ ആളുകൾ തീവ്രവാദി എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണത്. ഈ ഒരാൾ വർഗീയവാദിയാണ്, അല്ലെ തീവ്രവാദിയാണ്, വേറെന്തോ ആണ്, അങ്ങനെ ഇങ്ങനെ, ഇതെല്ലാം വളരെ സബ്ജക്റ്റീവായിട്ടുള്ള പരാമർശങ്ങളാണ്. ഒരു ലളിതമായ ഉദാഹരണം, ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് പറയുക, ധീരദേശാഭിമാനി. കോപ്പിയൊക്കെ എഴുതി പഠിക്കും നമ്മൾ, അത് തെറ്റിപ്പോയാൽ ഇമ്പോസിനൊക്കെ എഴുതും. പുള്ളിക്കാരൻ എന്താ പരിപാടി? പുള്ളിക്കാരൻ പിന്നെ ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. അതിൻ്റെ പേരിലാണ് അങ്ങേരെ തൂക്കിക്കൊന്നത്. അപ്പോൾ അയാൾ എന്തും പറഞ്ഞിട്ടാണ് തൂക്കിക്കൊന്നത്? അയാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ തൂക്കിക്കൊന്നത്. പക്ഷെ 1947 August 15 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കഴിഞ്ഞപ്പോൾ കലണ്ടറിലൊരു ചെറിയ മാറ്റം ഉണ്ടായപ്പോൾ അയാൾ എന്തായി? അയാൾ ധീരദേശാഭിമാനിയായി. നിങ്ങൾ പിന്നെ ചെഗുവേരയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഉസാമ ബിൻ ലാദനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഭഗത് സിംഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാറ്റിലും നമുക്കൊരു എന്താ പറയുക, ഒരു അനലറ്റിക്കൽ മെത്തഡ്, ഒരു വിശകലന മാതൃക, ഒരു അനലറ്റിക്കൽ മോഡൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചുരുക്കി പറഞ്ഞ സി ദാവൂദ്, ബിൻ ലാദൻ, ഭഗത് സിംഗ്, ഗാന്ധിജി, ചെഗുവേരയൊക്കെ ഒരേപോലെയുള്ള ആളുകളാണ്. ഇവരൊക്കെ രക്തസാക്ഷികളാണ്. നെജാതി ഉദ്ഭമയാണ് ഇതൊക്കെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സി ദാവൂദ് ഭഗത് സിംഗിന്റെയും ഗാന്ധിജിന്റെ ഒക്കെ പോലെ ഒരു വലിയ മഹാനാണെന്ന് ഇത് കേട്ട നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നിയില്ല. നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പള്ളികളുടെയൊക്കെ അടിമാന്തി തോണ്ടാൻ വേണ്ടി അവസരം നൽകി ഇറങ്ങിപ്പോയതിന്റെ ദുരന്ത ഫലം ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പുതിയ ചീഫ് ജസ്റ്റിസ് ഖന്ന ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു. മുൻ ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡിനെ വിശ്വസിച്ച് 8ന്റെ പണി കിട്ടിയവരാണ് നമ്മൾ. അതുകൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസിനെ പുകഴ്ത്താനൊന്നും ഞാനില്ല. എങ്കിലും ഇന്ത്യയെ ഇന്ത്യയായി
സർവേയായി നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ആശ്വാസ വിധി ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പള്ളികളുടെ തറ തോണ്ടരുത്, തറ തോണ്ടാനുള്ള പുതിയ പരാതികൾ സ്വീകരിക്കരുത് എന്നൊരു വിധി. വിഷയം ഈ കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ പുതിയ സ്യൂട്ടുകൾ ഫയൽ ചെയ്യപ്പെടുന്നതിനാലും ഈ കോടതിയുടെ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പുതിയ ഒരൊറ്റ സ്യൂട്ടും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണെന്ന കൃത്യമായ നിർദ്ദേശം. തീർപ്പ് കൽപ്പിക്കാത്ത സ്യൂട്ടുകളിൽ അടുത്ത ഹിയറിംഗ് തീയതി വരെ സർവേയുടെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ഇടക്കാല ഉത്തരവുകളോ അന്തിമ ഉത്തരവുകളോ കോടതികൾ പാസാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ഈ ഒരു ഉത്തരവിട്ടത്. തൽക്കാലത്തേക്ക് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ്. എന്നാൽ മസ്ജിദുകൾ, ദർഗകൾ തുടങ്ങിയ ആരാധനാലയങ്ങൾക്കെതിരെ നിലവിൽ നിലനിൽക്കുന്ന സ്യൂട്ടുകളിലെ നടപടികൾ സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. എന്ന് വെച്ചാൽ മാന്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോഴും മാന്തിക്കൊണ്ടിരിക്കും. ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇന്ന് മുതൽ 4 ആഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന്റെ എതിർ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ഏതൊരു വ്യക്തിക്കും ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ കഴിയും വിധം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 10 പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ 18 കേസുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് കോടതി ഇന്നലെ പറഞ്ഞ കണക്ക്. വാദത്തിനിടെ ജസ്റ്റിസ് വിശ്വനാഥൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് പറഞ്ഞത്, മിസ്റ്റർ SG, ഈ ഹർജി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ വെല്ലുവിളിക്കുന്നു. ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് തന്നെയാണിത്. ഒരു വീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിനകം ഉൾച്ചേർത്ത ഭരണഘടനാ തത്വങ്ങളുടെ ഫലപ്രദമായ ആവർത്തനം മാത്രമാണ്. സിവിൽ കോടതികൾക്ക് സുപ്രീം കോടതിയുമായി മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സ്റ്റേ വേണമെന്ന് പറയേണ്ടി വരുന്നത്. 5 അംഗ ജഡ്ജിമാരുടെ വിധിയുള്ളതല്ലേ. ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അവിടെ കീറിമുറിക്കപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം അവരുടെ പദവിയിൽ നിന്ന് മാറ്റുന്നത് വിലക്കുന്ന 1991 നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് ലൈവ്ലോയുടെ റിപ്പോർട്ടാണ്. ഗ്യാൻവാബി മസ്ജിദ്, മധുര ഷാഹി ഈദ്ഗാഹ്, സംബാൽ ജുമാ മസ്ജിദ് മുതലായി ഇനിയും തീർപ്പ് കൽപ്പിക്കാത്ത സ്യൂട്ടുകളിൽ കോടതികൾ സർവേക്കുള്ള ഉത്തരവുകൾ ഉൾപ്പെടെ ഫലപ്രദമായ ഒരു ഇടക്കാല അല്ലെങ്കിൽ അന്തിമ ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്നാണ് കോടതി ഉത്തരവിട്ടത്. 1991 ആരാധനാലയങ്ങൾ പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം നിയമം ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. എല്ലാ പള്ളിയുടെ അടിയിലും പിന്നെ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞ ഇവർ കോടതി ചെല്ലാണ്. മധ്യകാല മസ്ജിദുകൾ, ദർഗകളുടെയൊക്കെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട് രാജ്യത്തിൽ ഒന്നിലധികം കേസുകളാണ് പല കേസിലും ഫയൽ ചെയ്യപ്പെടുന്നത്. അങ്ങനെ വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. UP-യിലെ സംബാലിലുള്ള 16-ാം നൂറ്റാണ്ടിലെ ഒരു മുസ്ലിം പള്ളിക്കെതിരെ ഒരു വിചാരണ കോടതി പാസാക്കിയ ഒരു സർവേ ഉത്തരവ് നവംബറിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ അക്രമത്തിനും പ്രതിഷേധത്തിനും കാരണമാവുകയും കുറഞ്ഞ 4-5 പേരൊക്കെ അവിടെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. പ്രധാന അന്യായം അശ്വനി കുമാർ ഉപാധ്യായ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2020 ഫയൽ ചെയ്തു. സമാനമായ നിരവധി ഹർജികളൊക്കെ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതിൽ കോടതി 2021 മാർച്ചിൽ കേന്ദ്ര സർക്കാരിനെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പിന്നീട് ചട്ടം വെല്ലുവിളിച്ചുകൊണ്ട് സമാനമായ മറ്റു ചില ഹർജികളൊക്കെ ഫയൽ ചെയ്യപ്പെട്ടു. ഇതൊക്കെ ഫയലിൽ സ്വീകരിക്കപ്പെട്ടു. നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജമിയത്ത് ഉലമ ഇ ഹിന്ദ് സമർപ്പിച്ച റിട്ട് ഹർജി ഇന്ന് ലിസ്റ്റ് ചെയ്തു. നിയമത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് CPIM, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, DMK, RJD, MP മനോജ് കുമാർ ഝാ, NCP, ശരത് പവാറിന്റെ MLA ജിതേന്ദ്ര ഔഹാദ് തുടങ്ങി നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി ഇടപെടലുകളൊക്കെയാണ് അപേക്ഷയായിട്ട് ഇന്നലെ പരിഗണിച്ച് ഈ തീരുമാനം വന്നിരിക്കുന്നത്. നിരവധി തവണ കോടതി അവസരം നീട്ടി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. ഉത്തർപ്രദേശിലെ സംബാൽ ജുമാ മസ്ജിദിന്റെ സർവേയെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഇത് പരിഗണിക്കാമെന്ന് കോടതിക്ക് തോന്നിയത്. ചെറിയൊരു ആശ്വാസം അല്ലേ. ഇന്ത്യയായി നിലനിൽക്കട്ടെ.